നമസ്കാരം, വെൽക്കം ടു കൗമുദി മൂവീസ്. ഇന്ന് എനിക്കൊപ്പം അഭിലാഷം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു തൻവി റാം ആൻഡ് സൈജു കുറുപ്പ്. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ അഭിലാഷം എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അഭിലാഷ് കുമാർ ആൻഡ് ഷെർമിൻ മൂസ അല്ലേ? ഷെറിൻ മൂസ. ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആ ഒരു കഥ? പ്രണയ കഥ. പ്രണയമാണല്ലേ? പ്രണയമാണ് സബ്ജക്റ്റ്. പ്രണയമാണ്. റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. എല്ലാവരുടെയും മനസ്സിൽ പ്രണയം എന്ന് പറഞ്ഞൊരു ഇമോഷൻ ഉള്ളത് കാരണം എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഏജ് ബാറൊന്നുമില്ല, ഏത് ജനറേഷനും കണക്റ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു സബ്ജക്റ്റാണ്. ബാക്കി ഞാൻ ബാറ്റൺ അങ്ങോട്ട് കൈമാറുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഏജ് ബാർ ഇല്ലാണ്ട് നമ്മളെല്ലാവരും മനസ്സിലായി, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും പ്രണയം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പ്രണയമുള്ളവർക്കും പ്രണയം ഇതുവരെ പറയാത്തവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഈ സിനിമ കണ്ട് ഒരുപാട് ആൾക്കാർ പ്രണയം തുറന്നു പറയുന്നതിലും നമ്മൾ ആക്ച്വലി എനിക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു 90s ആ ഒരു കാലഘട്ടത്തിലേക്കൊരു സ്കൂൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ ഒരു ഡെഫിനറ്റ്ലി 90s ആണ്. പക്ഷെ നമ്മുടെ കഥ നടക്കുന്നത് പ്രസന്റ് തന്നെയാണ്. അതെ. അല്ല, ഞാൻ പറയുന്നത് അത്രയും ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്കൂൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കണ്ടുപോയത്. എന്താണ് ചേട്ടനെ ഈ മൂവിയിലേക്ക് ഏറ്റവും അധികം അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ? ഇതിന്റെ കഥ തന്നെയാണ്, ഇതിന്റെ സ്ക്രിപ്റ്റാണ്. ബേസിക്കലി നമ്മളങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു ലവ് സ്റ്റോറിയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു പുതുമയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ എനിക്ക് വന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ ഇതുവരായിട്ട് കാണാത്ത ഒരു ലുക്ക്, ഹെയറൊക്കെ ഗ്രോ ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലിലും ഒരു ലുക്കിലൊക്കെ എനിക്ക് വരാൻ പറ്റി. എത്രമാത്രം ലുക്ക് ഡിഫറെൻ്റ് ആണ്, അതേപോലെ സ്റ്റോറിയും അത്ര തന്നെ ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പം പ്രണയിക്കുന്ന ആൾക്കാരാണ്. ഇത് തുറന്നു പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലേറ്റ് ആക്കല്ലേ. ആ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അല്ല, മെസ്സേജ് അല്ല, അങ്ങനെ ലേറ്റ് ആക്കിയാൽ ഇറ്റ് മൈറ്റ് ഗെറ്റ് ടു ലേറ്റ്. ഇപ്പം ലേറ്റ് ആക്കാണ്ട് പറഞ്ഞെന്ന് വെച്ച് ഉടനെ അത് സഫലീകരിക്കണമെന്നും ഇല്ല. പക്ഷെ നമുക്കൊരു ഒരു എൻഡ് റിസൾട്ട് കിട്ടുമല്ലോ, ഇതുകൊണ്ട് മുമ്പോട്ട് പോകണോ വേണ്ടതെന്നുള്ളത് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് വേറെ തന്നെ ഫ്ലേവർ ഉള്ളൊരു ലവ് സ്റ്റോറി പറയാണ്ട് നിൽക്കുന്നത്. ഇപ്പം നമുക്കൊരു ഇഷ്ടം തോന്നി അപ്പം തന്നെ പോയി പറഞ്ഞ് ഒരു ഉത്തരം കിട്ടുന്നതിനേക്കാളും ആ ഒരു കാത്തിരിപ്പിന് ശേഷം കേൾക്കുന്നതും പറയുന്നതും. പക്ഷെ കാത്തിരിപ്പ് ഒരുപാട് വൈകി പോയിട്ട് പിന്നെ അത് നെഗറ്റീവ് ആണെങ്കിൽ പ്രശ്നമാണ്. പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ അത് എന്തിനാ വരുന്നത് നമ്മൾ ഡിലേ ചെയ്യുന്നത്? അതങ്ങ് പറഞ്ഞ ഇപ്പം ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഉടനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലായി. അവർ നോയെന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് പിന്നെ നമ്മളെ കാണുമ്പോഴത്തേക്കും കണ്ണു തരില്ല, സംസാരിക്കാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമ്മൾ അടുത്ത ട്രയലിലേക്ക് പോയി അല്ലേ? ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ ഇത് 1 വർഷം 2 വർഷം 5 വർഷമൊക്കെ ഇങ്ങനെ ആ കാത്തിരിപ്പിൽ പറയാണ്ട് ഇങ്ങനെ കാത്ത് സൂക്ഷിച്ചു വെച്ച് അതിങ്ങനെ ബിൽഡപ്പായി പോയിട്ട് ലാസ്റ്റ് ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ അല്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ അപ്സെറ്റ് ആവും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഇപ്പം ഒരു കുഞ്ഞു പ്രണയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് മെമ്മറൈസ് ചെയ്യുന്നത് ഇതുപോലൊക്കെ ആയിരുന്നോ? ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. അതായത് വൺ വേ ട്രാഫിക് ആയിരുന്നു എൻ്റെ എല്ലാം. പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ ആ റിസൾട്ട് മനസ്സിലായത് കൊണ്ട് പിന്നെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അടുത്ത ചാപ്റ്റർ ഓപ്പൺ ചെയ്യുന്നു നമ്മൾ. അപ്പം എനിക്കങ്ങനെ പല ചാപ്റ്റേഴ്സും ക്ലോസ് ചെയ്ത് പിന്നെ അടുത്ത് ഓപ്പൺ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് 2004 ഞാൻ ഓപ്പൺ ചെയ്ത ചാപ്റ്റർ അത് നല്ലൊരു ചാപ്റ്റർ, ഇപ്പോഴും നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ സ്കൂൾ കാലത്ത് ഇപ്പൊ എല്ലാവർക്കും പ്രണയം ഉണ്ടാവും പറഞ്ഞാൽ എനിക്ക് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ബിക്കോസ് എനിക്കൊന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ടുള്ള കുറെ വൺ വേ ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും സ്കൂൾ കാലത്തൊന്നും, സ്കൂളും കോളേജ് സമയത്തൊന്നും അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കാൻ മാത്രം പോയിരുന്നു. അയ്യോ, നിങ്ങൾ വിശ്വസിക്കൂല, ഞാൻ എങ്ങനെയായിരുന്നു. ഞാൻ ആക്ച്വലി കോളേജ് ബങ്ക് ചെയ്തിട്ടില്ല. അറിയാം, ഞാൻ ആദ്യമായിട്ട് ബങ്ക് ചെയ്യുന്ന, അയ്യോ അത് ആദ്യമായിട്ട് ബങ്ക് ചെയ്യുന്ന വേറൊരു കഥ. ഞാൻ ആക്ച്വലി 12th എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ സെക്കൻഡ് PU പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ബങ്ക് ചെയ്യുന്നത്. നമ്മളൊരു 10-12, ഞാൻ ജ്യോതിനിവാസിലാണ് പഠിച്ചത്, പെൺകുട്ടികളുടെ കോളേജാണ്. അപ്പം അന്ന് എന്തൊരു ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മളന്ന് ആദ്യമായിട്ട് ബങ്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടുത്തൊരു 5 മിനിറ്റ് നടന്ന ഫോറം മോളാണ്.
ആ സമയത്ത് ഫോറം മോളിൽ പോയി. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ടെൻഷൻ ഇല്ല. ബിക്കോസ് ആരെങ്കിലും കാണോ, വീട്ടിലറിയോ, വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ആ സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ്. എൻ്റെ അച്ഛൻ പ്രോപ്പർ അച്ഛൻ മെറ്റീരിയൽ ആ സമയത്ത് അറിഞ്ഞ പ്രശ്നമാകുന്നൊക്കെയുള്ള പല ടെൻഷൻ. നേരെ പോയി എസ്കലേറ്റർ കയറി മുകളിൽ പോകുമ്പോൾ എൻ്റെ കസിൻ അവിടുന്ന് കാണുന്നു. അതിനേക്കാളും വലിയ ടെൻഷൻ. അപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ട് ഞാൻ ബങ്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ബങ്ക് ചെയ്യുന്നത് മേ ബി എൻ്റെ ഡിഗ്രി ഫൈനൽ സെമ്മിലാണ്. അതും ബങ്ക് ചെയ്തിട്ട് ഞാൻ വന്ന് ഇരിക്കുന്നത് അവിടെയുള്ള കാഫറ്റേരിയയിൽ. എനിക്ക് എപ്പോഴും എനിക്കിപ്പോൾ ആലോചിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതങ്ങനെയല്ലായിരുന്നു ഞാൻ കോളേജ് ലൈഫൊക്കെ നിൽക്കേണ്ടത് എന്നുള്ളത്. ബിക്കോസ് ആ സമയത്ത് ഏട്ടൻ അതേ കോളേജായിരുന്നു. ഇപ്പം ഞാൻ ബങ്ക് ചെയ്താൽ എന്തായാലും ഏട്ടനറിയും. പുറത്ത് പോകുമ്പോഴത്തേക്ക് അച്ഛന് ഒരുപാട് ആൾക്കാരെ അറിയാം. ഇതെന്തായാലും വീട്ടിലെത്തും. ആ ഒരു പേടി എന്നുള്ളൊരു സാധനം ഞാൻ സത്യമായിട്ടും പറയാം. ഞാൻ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു കുരുത്തക്കേടെന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ എന്ന് പറയാൻ എനിക്ക് ഇപ്പം ആലോചിക്കുമ്പം ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് പേടിയാണ് ഇപ്പം ബാക്കിയായിട്ടുള്ളത്. ചേട്ടനുണ്ട് ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുള്ള അങ്ങനത്തെ സ്കൂളിൽ കട്ട് ചെയ്തിട്ടില്ല, കോളേജിൽ കട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. അതായത് സ്കൂളിലൊക്കെ ചില പിള്ളേരൊക്കെ കട്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ധൈര്യം ഇല്ലായിരുന്നു. അപ്പോൾ കോളേജിൽ പിന്നെയും കുറച്ചുകൂടെ ഫ്രീ ആണല്ലോ. ഒരു പീരീഡ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം തുടക്കത്തിൽ കോളേജിൽ പോയാൽ ബങ്ക് ചെയ്യണമല്ലോ എന്ന് അതിന് വേണ്ടിയിട്ട് ബങ്ക് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലി ഫോർ ഷാറുഖ് ഖാൻ മൂവീസ്. ഷാറുഖ് ഖാൻ്റെ മൂവീസ് ആ സമയത്ത് ആ 2 വർഷം റിലീസായ ഒരു പടം പോലും ഞാൻ ഫസ്റ്റ് ഡേ നൂൺ ഷോ കാണാണ്ട് വിട്ടിട്ടില്ല. ഉറപ്പായിട്ടും കണ്ടിരിക്കും. പിന്നെ വേറെ ഹിറ്റ് പടങ്ങളിലൊക്കെ വേറെ പോകുന്നത്. ഷാറുഖ് ഖാൻ്റെ മൂവീസ് ഫസ്റ്റ് ഡേ തന്നെ കാണുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ബങ്ക് ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഈ മൂവി ചെയ്യുമ്പോൾ പഴയ മെമ്മറീസ് ഒക്കെ ഒരുപാട് വന്ന് കാണത്തില്ലേ? ഇപ്പം ഈ റൊമാൻറ്റിക് ആ ഒരു സംഭവമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്കൂൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ പഴയ ആ ഒരു സ്കൂള്, എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറേ കൂടെ ആ ഒരു നിഷ്കളങ്കതയൊക്കെ ഒരുപാട് കുറഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ ചേട്ടനെ? അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നല്ലേ. ഇപ്പം നമ്മൾ കുട്ടിയായിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ പാരൻസിന് ചിലപ്പോൾ തോന്നിക്കണം നമ്മുടെ നിഷ്കളങ്കതയൊന്നും ഇപ്പോൾ ഉള്ള പിള്ളേർക്കില്ലല്ലോ എന്ന്. അത് നമുക്ക് തോന്നുന്നതായിരിക്കും. ഇന്നസെൻസ് ഒക്കെ ഇപ്പോഴും അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഷാർപ്പ് ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ. ഇത് തന്നെയായിരുന്നു നമ്മുടെ മുമ്പുള്ള ജനറേഷൻ നമ്മളെ പറ്റി പറഞ്ഞിട്ടിരുന്നത്. അവരെക്കാളും നമ്മൾ ഷാർപ്പാണ്, നമ്മളെക്കാൾ ഇവർ ഷാർപ്പാണ്. ബിക്കോസ് പുതിയ ടെക്നോളജീസിനെ പറ്റി ഇവർ ഇപ്പം നമ്മളെ കുറച്ച് വലുതായിട്ടാണ് പഠിച്ചത്. വെച്ചാൽ ആ സമയത്താണ് ടെക്നോളജി വന്നത്. ഇവർ ജനിച്ചപ്പോഴേ ഓൾറെഡി ടെക്നോളജി, ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു മൊബൈലായാലും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആയാലും ഇതൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് കൊച്ചിലേ അറിയാം. അപ്പോൾ നമ്മളോർക്കോ എന്താണ് ഇവർക്ക് നേരത്തെ അറിയാം. നമ്മളൊക്കെ 20 വയസ്സായപ്പോഴാണല്ലോ ഇതൊക്കെ പഠിച്ചതെന്ന്. ഇത് മറ്റേ അമേരിക്കയിൽ ഒന്ന് വരുന്ന പിള്ളേർ ഭയങ്കര അതിശയത്തോടെ നമ്മൾ പറയും, എന്ത് രസമായിട്ടാണ് ഇംഗ്ലീഷ് പറയണത്. നമ്മുടെ പിള്ളേർക്ക് അത്രയും പറയാൻ പറ്റുന്നില്ല. അവർ അമേരിക്കയിലല്ലേ, നമ്മളെ പോലെ മലയാളം പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനത്തെ ഉള്ള ഡിഫറൻസ് ആണ്. എനിക്കിത് എൻ്റെ ഓർമ്മകളായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഷെറിൻ എന്നുള്ള ക്യാരക്ടറായിട്ട് ഞാൻ ഈ ഒരു സ്റ്റോറിയിലെ ഭാഗമായിട്ട് എനിക്കൊന്ന് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമ. ഈ കഥ പറഞ്ഞ മുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു 4 വയസ്സുള്ള മോളുണ്ട് ഇതിൽ. അപ്പം ആദ്യം എൻ്റെ കൺഫ്യൂഷൻസ് മുഴുവൻ ഞാൻ ഒരു കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു എനിക്കിതിൽ വരുന്നതിന് മുന്നേ. പക്ഷേ ആ മോളാണ് എരിക്ക എന്നാണ് പേര്. അപ്പം മോളാണെങ്കിലും എൻ്റെ കൂടെ ഭയങ്കര കമ്പനിയായിട്ട് നടക്കുന്നു. അപ്പം ഇതിൽ കൂടുതലും എനിക്ക് അഭിലാഷിനോടുള്ളത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്കൊന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്തൊരു സിനിമ സെറ്റും കൂടിയിട്ടാണ് ഇത്. ബിക്കോസ് ഈ പറയുന്ന പോലെ ഷംസു ആണെങ്കിലും എനിക്ക് ആ ഒരു സ്പേസ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഡിറക്ഷൻ്റെ കാര്യങ്ങൾ. ഞാനിപ്പം ഷോട്ടിലില്ലാത്ത സമയത്തൊക്കെ ഞാൻ ഷംസുവിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ മോണിറ്ററിൻ്റെ പിന്നിലാണെങ്കിലും ഇവരുടെ ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ സജാദ് കാക്കു ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാമറേൻ്റെ പിന്നിൽ ഞാൻ ക്യാമറ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞത് ഈ സിനിമയിലാണ്. അപ്പം സാംസൺ ഇതിൻ്റെ അസോസിയേറ്റ് ആണ്. സൽമാൻ, ഇവരൊക്കെ ഇതിലെ അസോസിയേറ്റ്സ് ആണ്. അപ്പം എനിക്കൊന്ന് സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും സിനിമേൻ്റെ സമയത്താണെങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയതും ഒരു ഫാമിലി പോലെ നമ്മൾ ഒരു ചെയ്ത സിനിമയും കൂടിയിട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് പ്രണയത്തിനേക്കാളും കൂടുതൽ എനിക്ക് ഈ സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്തത് ജീവിതത്തിലും എനിക്കും ഒരുപാട് കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറീസാണ്. അഭിലാഷ് കുമാർ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് സായിച്ചേട്ടന്? വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു 15 നല്ല കഥാപാത്രങ്ങൾ എൻ്റെ എടുത്താൽ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്താൽ അതിൻ്റെ അകത്തൊന്ന് അഭിലാഷായിരിക്കും.
ഉറപ്പായിട്ടും. ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം എത്രത്തോളം ചേട്ടനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പം ഈ ഒരു ലുക്കൊക്കെ മാറ്റി നമ്മൾ പിടിച്ചിട്ടുണ്ട്? ലുക്ക് എൻ്റെ അല്ല, ഞാൻ ഇങ്ങനെ മുടി വളർത്തിയിട്ടേ ഇല്ല. പക്ഷേ ഇന്നർ ഉള്ളില് മൊത്തം അഭിലാഷ് ഒരു പരിധിവരെ ഞാനാണ് ആക്ച്വലി. ഇതേപോലെ നിങ്ങളെ പടം കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലത്തെ ഒരു ഏകദേശം ക്യാരക്ടറാണ്, ഒരു പമ്മി ക്യാരക്ടറാണ്. ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒരു ചില സിറ്റുവേഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ അവസ്ഥകളൊക്കെ എനിക്ക് നിരന്തരം ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ഹിന്ദു പ്രണയം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയില്ല. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ അത്ര വലിയ പ്രശ്നങ്ങളില്ലല്ലോ ഇപ്പം. അല്ല, പക്ഷെ പലയിടത്തും ഇപ്പോഴും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ കാലത്തും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായി നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അതിനകത്ത് ചർച്ച വരുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, അത്രയ്ക്ക് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ പടം. ആർക്കും കാണാൻ പറ്റിയാണ്. നമ്മൾ ഒരു രീതിയിലുള്ള ഓഡിയൻസിനും ഒരു രീതിയിലും പ്രഷർ കൊടുക്കുന്നില്ല, സ്ട്രെസ്സിലിടുന്നില്ല. നമ്മള് വളരെ സുഖകരമായി തിയേറ്ററിൽ ഇരുന്ന് കണ്ടുപോകുന്നൊരു സിനിമയാണ്. ആൾക്കാർക്ക് എല്ലാ ക്യാരക്ടേഴ്സിനോടും ഇഷ്ടം തോന്നിയുള്ളൂ. അതെ. ഓക്കെ, ഷെറിൻ ആവാൻ എത്രത്തോളം ഇപ്പോൾ ഒരു മുസ്ലിം ക്യാരക്ടറാണ്, തട്ടം അതൊക്കെ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീൽ, പർദ്ദയൊക്കെ ഇട്ട്? എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ ചെയ്യാത്തതാണ്. ഇപ്പം യൂഷ്വലി ആകെ എനിക്ക് തോന്നുന്നത് തട്ടമല്ലേ മുഖം മൂടിയിട്ടുള്ളത് ബേബി ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ പോകുമ്പോൾ മൂടിയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ആക്ച്വലി അങ്ങനെ തട്ടുപെട്ടിട്ട് പൊതുവേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ ഞാൻ ആക്ച്വലി നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ആ ഒരു കൾച്ചർ എന്താണെന്നുള്ളത് കൂടുതൽ അറിഞ്ഞതോ അതൊക്കെ ഈ സിനിമയിലാണ്. അപ്പം അങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ട് എനിക്ക്. ആക്ച്വലി ഇതിലൊരു ഷോട്ട് ഉണ്ട്, ഞാൻ നിസ്കരിക്കുന്ന ഒരു സീൻ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചോദിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ, ഇതെങ്ങനെയാണ് നിസ്കരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. സോ അങ്ങനെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ടും അവരാ നിസ്കരിക്കുന്ന ഷൂട്ട് ചെയ്ത സിനിമയിലുണ്ടോയെന്ന് എനിക്കൊരു പാട്ടിൻ്റെ ഒരു മോണ്ടാജായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അർജുൻ ചേട്ടൻ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ മൂന്നുപേരുടെ ആ ഒരു ട്രയോ എത്രത്തോളം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്? എത്രത്തോളം വർക്കൗട്ട് എനിക്കറിയില്ല. അതിന്റെ ഒരു സ്കെയിൽ നിങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ബോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൂന്നുപേരും? നമ്മൾ ഓഫ് ക്യാമറ അല്ലേ? ഓഫ് ക്യാമറ ഡെഫിനറ്റ്ലി വി ആർ ഓൾ ആർ കോ ആർട്ടിസ്റ്റ്. എല്ലാവരുമായിട്ടും ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എല്ലാവരുമായിട്ടും പാലിയാണ്. അങ്ങനെ ആരുമായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരുമായിട്ടും നല്ല സ്നേഹമാണ്, നല്ലപോലെ പെരുമാറുള്ളൂ ഞാൻ. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈവൻ അർജുനുമൊക്കെ, അപ്പോൾ അർജുനുമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ 5ാമത്തെ പടമാണ്. ആനന്ദ് ശ്രീബാല വന്നു, സുമതി വളവ് ഇനി അടുത്തൊരു റിലീസുണ്ട്. ഇതിലൊക്കെ അർജുനുണ്ട്, പല്ലോട്ടിയിൽ അർജുനുണ്ട്, പിന്നെ ബിടെക്കിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സോ അന്നോട്ടെ അർജുനെ എനിക്കറിയാം. അർജുൻ്റെ താജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അർജുൻ ചെയ്യുന്നത്. അർജുൻ്റെ എൻട്രി തൊട്ട് സിനിമയുടെ ഒരു പേസ് തന്നെ മാറും. ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് അർജുൻ്റെ അതിൻ്റെ അകത്ത്. മന്തി ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അപ്പം കാറ്ററിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരു ബിസിനസ് മാനാണ്. ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരു ബെസ്റ്റ് ടൈപ്പ് ക്യാരക്ടറാണോ അർജുൻ ചേട്ടൻ്റെ? അങ്ങനെ പറയാം അല്ലേ? അങ്ങനെയും പറയാം. എങ്ങനെയുണ്ടായിരുന്നു തന്മയ്ക്ക്? എനിക്ക് അർജുനെ പേഴ്സണലി ഇതിന് മുന്നേയും അറിയാം. അപ്പം വന്ന് അഭിനയിക്കുമ്പം ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെനിക്ക് തോന്നുന്നു അർജുൻ എനിക്ക് തോന്നുന്നു അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത് ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താനും. അപ്പം അർജുൻ ഇന്നലെ ഇൻ്റർവ്യൂസിന് വന്ന സമയത്തും പറയുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചൊരു മീറ്റർ പിടിക്കുമ്പം ഷംസു പറയുന്നുണ്ട് ഇല്ല ഇനിയും ഹൈ എന്നുള്ളത്. അപ്പം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരുപാട് സംസാരിക്കുന്ന ക്യാരക്ടറാണ് താജു എന്ന് പറയുന്നത്. അതും വേറെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഈ കൂട്ടത്തിൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്ന സിനിമ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറായിരിക്കും താജുവിൻ്റെ. ചേട്ടൻ മയൂഖത്തിൽ വന്നപ്പോൾ തൊട്ട് ഇപ്പം ഈ അഭിലാഷം വരെ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മലയാള സിനിമയുടെ മാറ്റങ്ങളെ ചേട്ടൻ നോക്കി കാണുന്നത്? ഇപ്പം ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞ് ചർച്ചകളും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ചേട്ടൻ ഇത്രയും വർഷമായിട്ട് അടുത്ത് നിന്ന് കണ്ട ഒരാൾ, അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ചേട്ടൻ എങ്ങനെയാണ് ഈ ഓരോ മാറ്റങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നത്? മാറ്റങ്ങൾ മലയാള സിനിമ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫിലിം ടു ഡിജിറ്റൽ അല്ലേ?
പിന്നെ ഒരു അസിസ്റ്റ്, അതായത് ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു, അത് ഹിറ്റാവുന്നു. ഇതൊക്കെ എല്ലാ സ്റ്റേറ്റ്സിലും ആക്ച്വലി നടക്കുന്നുണ്ട്. ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായാൽ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ പോലത്തെ ഒരു മൾട്ടിപ്പിൾ ടേക്സ് എടുക്കുന്ന ഒരു ആക്ടർ ചിലപ്പോൾ സർവൈവ് ചെയ്യില്ല. ഫിലിമായിരുന്നു ഇപ്പോഴും ഫിലിമായിരുന്നെങ്കിൽ. ആക്ച്വലി ഇപ്പം ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഈ പ്രഷറില്ല, ഈ ഫിലിം വേസ്റ്റ് ആകുന്ന ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം 2, 3, 4, 5 ടേക്കൊക്കെ പോയാലും ഇറ്റ്സ് ഓക്കെ. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദോസ് പീപ്പിൾ. നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള എല്ലാവരും മിക്കവാറും പേരൊക്കെ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കി കാണും ആ സമയത്ത്. അതൊക്കെ എന്ത് പെർഫെക്റ്റ് ഷോട്ട്സ് ആയിരുന്നു. അപ്പം അങ്ങനെ ഡിജിറ്റൽ വന്നത് ഒരുപാട് ഗുണം ചെയ്തു. ആൻഡ് യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര്, അപ്പം സോ കോൾഡ് ന്യൂ ജനറേഷൻ സിനിമ ഇൻ മലയാളം സ്റ്റാർട്ടഡ് അറൗണ്ട് 2010. അപ്പോൾ അത് ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് വന്നപ്പോഴത്തേക്കും ന്യൂ ജനറേഷൻ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഹീറോസ് ഉണ്ടായി. ആ ഹീറോസ് ഉണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറേ പേര് ബാങ്കബിൾ ആയപ്പോഴത്തേക്കും ഒരുപാട് പുതിയ നമ്പർ ഓഫ് പ്രൊജക്ട്സ് കൂടി, പ്രൊഡക്ഷൻ കൂടി. അപ്പം എന്നെപ്പോലുള്ള ആക്ടേഴ്സിന് പിന്നെ അതിൻ്റെ അകത്ത് സ്പേസ് വരാൻ തുടങ്ങി സപ്പോർട്ടിങ് റോളിൽ. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ആക്ച്വലി ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പറയുന്നത് മുൻപ് ആക്റ്റീവായിട്ട് നിന്ന പല ആളുകൾക്കും ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു പോയി എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. ഇതൊരു സൈക്കിളല്ലേ. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളൊന്ന് അപ്പായിരിക്കുമ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി താഴത്തേക്ക് വരും. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം മുമ്പ് ആക്റ്റീവായിരുന്ന പല ആൾക്കാരും ഇപ്പം ഞാൻ വന്ന സമയത്ത് എനിക്ക് അങ്ങനെ അധികം പടങ്ങൾ കിട്ടിയില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 8 വർഷത്തിന് ശേഷം എനിക്ക് പിന്നെ പടങ്ങൾ കിട്ടാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സിനിമകൾ കുറച്ച് കുറഞ്ഞു, പിന്നെ വീണ്ടും നമുക്ക് കിട്ടാൻ തുടങ്ങി. ഇത് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നതാണ്. അപ്പം ഒരു സമയത്ത് സക്സസ്ഫുൾ ആയിരുന്ന ആൾക്കാർക്ക്, മെജോറിറ്റി ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ദെയർ ടേൺ വിൽ ഓൾസോ കം. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് തൻവി എങ്ങനെയാണ് ആക്ച്വലി ഇപ്പോൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ മലയാള സിനിമയിൽ, എങ്ങനെയാണ് തൻവിയുടെ നിലനിൽപ്പിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് മുന്നോട്ടുള്ള ഭയങ്കര അല്ല, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൊതുവെ മലയാള സിനിമയിൽ. പല ചർച്ചകളും പല പ്രതിസന്ധികളും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ എങ്ങനെയാണ് തൻവിയുടെ ഒരു പാത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഇപ്പം 2018 സിനിമയ്ക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി സിനിമയിൽ ഇൻവോൾവ് ആയി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് മേ ബി അതിൻ്റെ പ്രൊമോഷൻ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ഇപ്പം ഞാൻ ചമൻ ചാക്കോ അതിൻ്റെ എഡിറ്റർ ആണെങ്കിലും അതിൻ്റെ DOP ആണെങ്കിലും നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പ്രൊമോഷൻസിനൊക്കെ പോയത്. ഈ ഒരു സമയത്ത് എനിക്ക് അതിന് മുന്നേ ഒക്കെ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. മേ ബി ഒരു 5 ദിവസം 6 ദിവസം 2 ദിവസം 1 ദിവസമൊക്കെ ഉള്ള ഷൂട്ടാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് ഞാൻ സിനിമയിൽ കുറച്ചും കൂടി പാർട്ട് ഓഫ് മൂവീസ് എന്നുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയത് 2018 ഇറങ്ങി അതിൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ കൂടെ നടന്ന് അറിഞ്ഞതിന് ശേഷം. പിന്നെ ഞാൻ ചെയ്യുന്ന സിനിമ അഭിലാഷമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം കമ്പയറിംഗ്ലി എനിക്ക് ആകെ തോന്നിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എനിക്ക് വന്ന സ്ക്രിപ്റ്റ്സിൻ്റെ എണ്ണം ഭയങ്കര കുറവായിരുന്നു. ഓർ മേ ബി ഞാൻ അങ്ങനെ ഒരു ഡെസ്പറേറ്റ് ആയിട്ട്, എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ഡെസ്പറേഷൻ ഇല്ല സിനിമ ചെയ്യണം, എൻ്റെ എല്ലാ 2 മാസം കൂടുമ്പോൾ എൻ്റെ ഒരു സിനിമ ഇറങ്ങണം എന്നുള്ളൊരു ഡെസ്പറേഷനേ ഇല്ല എനിക്ക്. വരുന്ന സ്ക്രിപ്റ്റിൽ എനിക്ക് വായിച്ച് ഇഷ്ടപ്പെട്ട് ഒന്നിക്കിൽ ആ സിനിമ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലാണ്ട് അത്രയും എനിക്കൊരു കോൺഫിഡൻസ് എൻ്റെ ക്യാരക്ടറിലേക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ ആക്ച്വലി പിക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണെങ്കിലും അങ്ങനെ ഉള്ള രീതിയിൽ തന്നെയായിരിക്കും പിക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി സിനിമകൾ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി ഒരു സ്പേസ് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്ക്. നമുക്ക് ഇങ്ങനെ ഒരുപാട് മൂവികൾ ചെയ്യാതെ വളരെ കുറച്ചാണെങ്കിലും നല്ലത് ചെയ്താൽ മതി എന്നുള്ളൊരു താല്പര്യമുണ്ട്. എനിക്കല്ല 2 മാസം ഇറങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സിനിമകൾ ചെയ്തുകൊണ്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് കിട്ടണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇപ്പോൾ ഡിറക്ഷനിലേക്ക് മാറണം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ഡിറക്ഷനിലേക്കോ സിനിമാറ്റോഗ്രഫി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ഓഫ് ആർട്ടാണ് സിനിമാറ്റോഗ്രഫി. അപ്പോൾ
പ്രൊഡക്ഷനിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. എനിക്ക് ചേട്ടനുണ്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിറക്ഷൻ അങ്ങനത്തെ ഒക്കെ പ്ലാൻ? ഇല്ല, ഡയറക്ഷൻ എന്തായാലും ഇല്ല. പ്രൊഡക്ഷൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഒരെണ്ണം ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അഭിനയം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ. എനിക്കൊന്നും പക്ഷെ ഞാൻ പുള്ളിക്കാരത്തി ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഞാൻ ചാൻസ് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എനിക്കത് ഓരോ കൊല്ലം അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ഓരോ സമയം കൂടുന്നോ പാസ് ചെയ്യുന്നതോറും എനിക്ക് സിനിമയായിട്ട് കൂടുതൽ ഇൻവോൾവ് ആവാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരിക്കലും മാറി നിൽക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഈ ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, ആ ഒരു ആഗ്രഹമൊക്കെ എങ്ങനെയാ? ടെക്നിക്കൽ സൈഡിനോട്ടുള്ളൊരു അതെ ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ മേ ബി ശ്രദ്ധിച്ചു തുടങ്ങിയത് അഭിലാഷം സിനിമ ചെയ്യുന്ന സമയത്തായിരിക്കും. പക്ഷേ ഇനിയിപ്പം ഇപ്പം അടുത്തൊന്നും ഉണ്ടാവും എന്നല്ല, പക്ഷേ ഞാൻ എന്തായാലും ഇനിയിപ്പം ഞാൻ സിനിമകൾ ചെയ്തിട്ട് വേണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പം ഫ്യൂച്ചറിൽ, ഞാൻ പറയുന്നത് ഏത് കൊല്ലാന്നൊന്നുമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ എന്തായാലും ഞാൻ സിനിമ ഒരിക്കലും വേണ്ടില്ല. സിനിമയോട് തന്നെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ്. ഞാൻ ചോദിക്കുകയാണ്, അഭിലാഷം എന്ന് പറയുന്ന മൂവി ഇപ്പം പ്രേക്ഷകർക്കിടയിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവി സംഭവിച്ചാൽ ഇത് എത്ര പേര് സിനിമ കാണാൻ വരുമെന്ന് നമുക്കറിയില്ല. മനസ്സിലായില്ലേ? പക്ഷെ കാണുന്ന ഇപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുന്ന വിചാരിക്കാം, നിങ്ങൾക്ക് നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെടും. നിങ്ങൾ ആ സിനിമയെ പറ്റി ആലോചിക്കും പുറത്തിറങ്ങിയതിന് ശേഷം. ആ ഒരു കോൺഫിഡൻസ് ഞങ്ങളുടെ ടീമിന് മൊത്തം ഉണ്ട്. പക്ഷെ ആളുകൾ ഇമ്പാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ഒരാളുടെ ഇമ്പാക്ട് അല്ല, ഇത് ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓഡിയൻസ് ആണല്ലോ. അപ്പം ഈ കളക്റ്റീവായിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നാലേ നമുക്ക് ആ ഒരു ഇമ്പാക്ട് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം യു മൈറ്റ് ബി എ തൻവി ഫാൻ, അപ്പം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ബയസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചിലപ്പം ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ കുറച്ച് ബയസ്ഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഈ ഒരു ക്രൗഡ് വന്നിട്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്നുള്ളതിലേ നമുക്ക് ഇമ്പാക്റ്റ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഓരോ ഇൻഡിവിജ്വൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരിൽ ഒരു ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് സംശയമില്ലാത്ത കാര്യം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് നമുക്കൊക്കെ ഉള്ള വലിയ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടും ആ ഒരു സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിനിമയെ പറ്റി ആലോചിക്കുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു എന്തായാലും നമ്മളെന്തായാലും ഒരു നല്ല സിനിമ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എന്തായാലും ഉണ്ട്. ഈ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയാലും എനിക്കൊന്നും പോകുന്ന വഴിയില്ലെങ്കിലും ഇതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷനും അതെന്തായാലും ഒരു 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 ഫീൽ ഉണ്ടാവുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരു റൊമാൻറ്റിക് കോമഡി തന്നെയല്ലേ? റൊമാൻറ്റിക് കോമഡി റൊമാൻറ്റിക് ഡ്രാമ. ഓക്കെ, അപ്പം ഈ രണ്ട് ഫാമിലീസിന്റെ കഥകളാണോ, രണ്ട് ആളുകളുടെ മാത്രം? 29 സിനിമ കണ്ടിട്ട്. ഓക്കെ, അപ്പം എന്തായാലും മൂവി തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. എന്താണ് ഫൈനലി പ്രേക്ഷകരോട് പറയാനുള്ളത്? OTT വേണ്ടി വെയിറ്റ്, എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ പേര് സിനിമകൾ, ഒരുപാട് പേര് തിയേറ്ററിലേക്ക് പോവാതെ OTT വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രവണത ഉണ്ട് തോന്നുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? എന്താ പറയുക, ഇപ്പോൾ ഓരോ ആൾക്കാരുടെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ അല്ലേ അവരെ എവിടെ കാണേണ്ടത്. നമുക്കിപ്പം എല്ലാവർക്കും അറിയാം, ഈ OTT കാണുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ടെലിഗ്രാമിൽ കാണുന്നവർക്കും ഇവർക്കൊക്കെ അറിയാം, ആസ് എ മൂവി ഇൻഡസ്ട്രി നമ്മുടെയൊക്കെ താല്പര്യം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതാണ്. നമ്മളിപ്പം എല്ലാ ഇൻ്റർവ്യൂസിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിക്വസ്റ്റ് എത്രമാത്രം ഇവരിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പം ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്, അപ്പം അവർ അവിടെ പോയി കാണട്ടെ. അല്ല, പല ചിത്രങ്ങളും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ അധികം റണ്ണാവാതെ OTT ഇറങ്ങുമ്പോൾ ഭയങ്കരമായ പ്രശംസയും കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് കാണുമ്പോൾ ശരിക്കും ഇപ്പം നിങ്ങൾ പേഴ്സണലി അഭിനയിച്ച പടങ്ങൾ തിയേറ്ററിൽ ഹിറ്റാവുന്നില്ല, പക്ഷെ OTT ഇറങ്ങുമ്പോൾ ഭയങ്കര ചർച്ചകളിലേക്ക് പോകുന്നു. ആ ഒരു പ്രവണത നല്ലതായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടന്? ഇപ്പൊ OTT റിലീസായിട്ടും ആൾക്കാർ കാണുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രവണത വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും OTT കാണുന്നത് കണ്ടാ മതി എന്നാണല്ലേ? അല്ല, നമ്മളിത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആഗ്രഹം ഒക്കെ തിയേറ്ററിൽ പോയി ആൾക്കാർ കാണണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് സന്തോഷം. പക്ഷേ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർ കാശ് ചിലവാക്കില്ലല്ലോ. അവർക്കും കൂടെ കാണാൻ തോന്നണം, അവർക്ക് അതിൻ്റെ സമയം ഉണ്ടാവണം അല്ലേ? അപ്പം അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഇപ്പം ഒന്നും ചെയ്യാനില്ല. എന്താ പറഞ്ഞോളൂ പ്രേക്ഷകരോട്.
സിനിമയെ പറ്റിയാണ് തിയേറ്ററിൽ. അല്ല ഇതൊക്കെ ഫൈനൽ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്താണ് ഇനി പ്രേക്ഷകർ? അപ്പോൾ എന്തായാലും നമ്മളെ സിനിമ അഭിലാഷം ഈ വരുന്ന മാർച്ച് 29 തിയേറ്ററിലെത്താണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഒരുപാട് സിനിമകൾ ഈ ഒരു സമയത്ത് ഇറങ്ങുന്നുണ്ട്, പക്ഷേ സിനിമ തിയേറ്ററിൽ കാണുന്ന ആ ഒരു ഫീൽ, ഒരുപാട് ആൾക്കാരെ കൂടെ കാണുന്ന ഒരു ഫീൽ ഇസ് വെരി മച്ച് ഡിഫറെൻറ്റ് ഫ്രം ഇത് OTT കാണുന്ന നമ്മളൊരു ഫോണിൽ കാണുന്നതോ ടി വിയിൽ കാണുന്നതിൻ്റെ ഡിഫറൻസ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. യെസ് ഇത് തന്നെ കോപ്പി പേസ്റ്റ്. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. തൻവി, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. Thank you so താങ്ക് യു സോ മച്ച്. താങ്ക് യു.